ഇന്ന് നമുക്ക് പാവയ്ക്ക തീയൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി പാവയ്ക്ക, പച്ചത്തക്കാളി, സവോള. അപ്പോൾ നമുക്കിതൊന്ന് വേഗം അരിഞ്ഞെടുക്കാം. തീയലിനായി എല്ലാ പച്ചക്കറികളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിനകത്താണ് പാവയ്ക്ക തീയൽ ഉണ്ടാക്കുന്നത്. അപ്പം കുക്കർ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടി വരുന്നുണ്ട്. ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കായ ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലിഡൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇതിനാവശ്യത്തിനായിട്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ചിരകിയെടുക്കാം. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് വെച്ച് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കൊന്ന് പാനിലിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഈ വറവലിലേക്ക് കുറച്ച് മുളക് പൊടി, അതുപോലെ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി അത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റെഡ് കളർ ആവുന്നിടം വരെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ വറവൽ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാവയ്ക്കയാണ്. അതും വെന്ത് വന്നിട്ടുണ്ട്. ഈ വറുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്കിനി ആ പാവയ്ക്കയിലേക്ക് ചേർക്കണം. അരച്ച് വെച്ചിട്ടുള്ള കൂട്ടാണ് അതുകൂടെ ചേർത്ത് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പാവയ്ക്ക തീയൽ ഏകദേശം റെഡി ആയിട്ടിരിക്കുന്നു. ഇനി നമുക്ക് നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ തീയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പുളി ചേർക്കുന്നില്ല. അതിൽ പച്ചത്തക്കാളി ഉള്ളതുകൊണ്ട് അതിൻ്റെ പുളി മാത്രം മതി. ഇതപ്പോൾ ഒരു വ്യത്യസ്ത തരം തീയലാണ്. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കമൻസ് പറയുക. ഓക്കെ.